ഷാർജ കിങ് ഫൈസൽ സ്ട്രീറ്റിന്റെ പ്രധാന ഭാഗങ്ങളിൽ പാർക്കിംഗ് ഫീസ് നിലവിൽ വന്നു. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്ന ഷാർജ കിങ് ഫൈസൽ റോഡിൽ അത്യാവശ്യം പാർക്കിംഗ് ചെയ്യേണ്ടവരുടെ ഭാഗങ്ങൾ അനധികൃതമായി മറ്റു വാഹനങ്ങൾ കൈവശപ്പെടുത്തുന്നത് നിയന്ത്രിക്കാനാണ് പെയ്ഡ് പാർക്കിംഗ് സ്ഥാപിച്ചതെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി പബ്ലിക് പാർക്കിംഗ് ഡയറക്ടർ അറ്റീഫ് അൽ സരോനി വ്യക്തമാക്കി. ക്രിസ്റ്റൽ പ്ലാസ ടവർ സമീപം മുതൽ ഇന്റർസെക്ഷൻ ഒമർ അബു റിഷ റോഡ് വരെയാണ് ഫീസ് ഏർപ്പെടുത്തിയത്. വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകളെ കൈരളി TV മിഡിൽ ഈസ്റ്റ് ആദരിക്കുന്നു. വാണിജ്യ വ്യവസായ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രവാസി മലയാളികൾക്കായി കൈരളി NRI എന്റർപ്രണർ അവാർഡ് നൽകുന്നു. മികച്ച യുവ സംരംഭകൻ, മികച്ച വനിതാ സംരംഭക, ഒപ്പം വാണിജ്യ മേഖലയിൽ മികവ് പുലർത്തിയവർക്കും അവാർഡുകൾ നൽകും. മാർച്ച് 19 ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിക്കും. അവാർഡുകൾക്കായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പേരുകൾ നിർദ്ദേശിക്കാം. എൻട്രികൾ അയക്കേണ്ട വിലാസം nriawards@kairalitv.in. ഈ മാസം 23 മുൻപ് എൻട്രികൾ അയക്കണം. കുവൈറ്റിൽ ഇന്നലെ ഇന്റർനെറ്റ് സംവിധാനം തടസ്സപ്പെട്ടു. GCC രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളിൽ ഉണ്ടായ പ്രശ്നമാണ് ഇന്റർനെറ്റ് സംവിധാനം തടസ്സപ്പെടാൻ ഇടയാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഈ തകരാർ മറ്റ് GCC രാജ്യങ്ങളെയും ബാധിച്ചതായും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ജുദൈന അൽ സബാഹി പറഞ്ഞു. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ സാധിച്ചതായും പൂർണ്ണ പരിഹാരത്തിന് വേണ്ടി അന്താരാഷ്ട്ര ഏജൻസികളെ സമീപിച്ചതായും അൽ സബീഹി അറിയിച്ചു. തകരാറുകൾ തീർത്ത് പൂർണ്ണാവസ്ഥയിലെത്താൻ 7 മുതൽ 10 ദിവസം വരെ എടുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റിൽ പെട്രോൾ, വൈദ്യുതി എന്നിവയുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ തീരുമാനം തൽക്കാലം നടപ്പാവില്ല. കുവൈറ്റ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ MPമാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിവെച്ചത്. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായാണ് രാജ്യത്ത് സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നതിന് തീരുമാനിച്ചിരുന്നത്. പ്രധാനമായും പെട്രോൾ, വൈദ്യുതി എന്നിവയുടെ സബ്സിഡി കുറയ്ക്കാനാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. സബ്സിഡി കുറയ്ക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് പാർലമെന്റിലെ പ്രതിപക്ഷ MPമാർ. ONV കുറുപ്പിന്റെ വേർപാടിൽ കലാ കുവൈറ്റ് അനുശോചിച്ചു. കലാ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് അബ്ബാസിയ കലാ സെന്ററിൽ അനുശോചന യോഗം ചേരുമെന്ന് കലാ കുവൈറ്റ് പ്രസിഡന്റ് R നാഗനാഥനും ജനറൽ സെക്രട്ടറി CK നൌഷാദും അറിയിച്ചു. ONV കുറുപ്പിന്റെ വിയോഗത്തിൽ ഇൻകാസ് UAE കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. ഇൻകാസ് UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുന്നക്കൽ മുഹമ്മദ് അലി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹൃദയ സദസ്സ് സംഘടിപ്പിച്ചു. ദുബൈ അൽ ഖുസൈൽ ക്രിസ്ത്യൻ സ്കൂളിൽ നടന്ന സഹൃദയ സദസ്സ് SDPI ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ കുട്ടി ഫൈസി, നിജാമുദ്ദീൻ, SJ ജേക്കബ് മാസ്റ്റർ, അബ്ദുൽ മജീദ് മാസ്റ്റർ, മുഹമ്മദ് ഫായിസ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം മറ്റന്നാൾ. മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനി ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാർഡിയോളജി വാർഡിലും പിന്നീട് ICCUയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും 4:35 മരണം സംഭവിക്കുകയുമായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണസമയത്ത് ഭാര്യ സരോജിനി, മകൾ ഡോക്ടർ മായാദേവി, മരുമകൾ എന്നിവർ ആശുപത്രിയിലുണ്ടായിരുന്നു. മകൻ രാജീവൻ മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. ONV കുറുപ്പിന്റെ മരണവാർത്ത അറിഞ്ഞ് രാഷ്ട്രീയ, സാംസ്കാരിക, കലാരംഗത്തെ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി ആശുപത്രിയിലെത്തിയത്. രാത്രി 7 മണിയോടെ മൃതദേഹം വഴുതക്കാട്ടെ വസതിയിൽ കൊണ്ടുവന്നു. ഇവിടെ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ 3 മണി വരെ മൃതദേഹം VJT ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകുന്നേരം മൃതദേഹം വീണ്ടും വഴുതക്കാട്ടെ വസതിയായ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാള ഭാഷയുടെ തേനും നിലാവുമായി നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു ONV കുറുപ്പ്. ഭാഷയുടെ സൂര്യഗീതമായി 6 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന സ്നേഹസാന്നിധ്യം യാത്ര പറയുമ്പോൾ മലയാണ്മയുടെ ഭാവഗീതം തന്നെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ ആൾത്തിരക്കേറും ഒരു അരയാലും ഒരു ഒലിവുമരവും ഒരു ഈന്തപ്പനിയും അടുത്തടുത്ത് നിന്ന് കാറ്റിൽ സ്നേഹമർമരം കൈമാറുന്ന ഒരു ഭൂമി എന്റെ സ്വപ്നമാണ്. ഒടുവിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കവി യാത്രയായിരിക്കുന്നു. നറുമൊഴിയുടെ വളപ്പൊട്ടുകൾ ബാക്കിവെച്ച് അക്ഷരങ്ങളുടെ മയിൽപ്പീലികൾ നമുക്ക് തന്നു. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, വിശേഷണങ്ങൾക്ക് അതീതമായിരുന്നു
6 പതിറ്റാണ്ടിലധികമായി ഈ ഭൂമികയിൽ ആ സ്നേഹ സാന്നിധ്യം. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച ON വേലുക്കുറുപ്പെന്ന ONV കവിതയുടെ സൗന്ദര്യവും ഗാനങ്ങളുടെ അനുഭൂതിയും ഒരുപോലെ ആസ്വാദകർക്ക് പകർന്നു നൽകി. ഉജ്ജയിനി, ഭൈരവന്റെ തൊടി, ഭൂമിക്കൊരു ചരമഗീതം, അരിവാളും രാക്കുയിലും തുടങ്ങി 30-ലധികം കാവ്യസമാഹാരങ്ങൾ, തോന്നിയാക്ഷരങ്ങൾ, പാഥേയം തുടങ്ങിയ 12ഓളം ഗദ്യകൃതികൾ, ബലിയെന്ന നീണ്ട കഥ. നാടക ചലച്ചിത്രഗാന രംഗത്ത് ആ തൂലികയിൽ നിന്നും പിറവിയെടുത്ത അമൃതധാരകൾ അനവധി. ജ്ഞാനപീഠം, പത്മശ്രീ തുടങ്ങിയ പുരസ്കാര പ്രഭകൾ. കോളേജ് അധ്യാപകൻ, വകുപ്പ് തലവൻ, വിസിറ്റിംഗ് പ്രൊഫസർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിലുള്ള ഔദ്യോഗിക ജീവിതം. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് പാടിയ കവി അധ്വാനവർഗത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം എന്നും നിലകൊണ്ടു. ഒരു തൊപ്പിയിലും ഒതുങ്ങാത്ത ചുരുൾമുടികൾ ചുഴന്ന്, ഒരു കുറ്റിയിലും ഒതുങ്ങാത്ത മുന്തിരിവള്ളികൾ വീശി, ഭാവവും ഭാവനയും ഭാഷയും സംഗീതവും അലിഞ്ഞ് ലയിച്ച് സ്പന്ദിക്കുന്ന കാവ്യ ചൈതന്യമാണ് ONV കവിതകൾ എന്ന് പറഞ്ഞു വെച്ച പ്രിയകവി വൈലോപ്പിള്ളിയുടെ വാക്കുകൾ അടയാളപ്പെടുത്തുന്നു ഈ ജീവിതത്തിന്റെ സമസ്ത സൗന്ദര്യവും. ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂപ്പോൽ വിടർത്തെഴുന്നേൽക്കും. മലയാളികൾക്കിനി ആ സ്നേഹ സാന്നിധ്യം സ്മരണ മാത്രം. ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പൂവുകളുടെ 1000 ചിറകുകൾ വിടർത്തുന്ന സ്നേഹ സൗരഭ്യം. ആൾത്തിരക്കേറുമീ വാഹനം എന്നെയൊരു പാൾ ചുമടായി ഇറക്കി വയ്ക്കേ. കൾച്ചറൽ ഡെസ്ക്. ആരോടും യാത്ര പറയാതെ പ്രിയകവി യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് ഭാഷയുടെ നർമ്മല്യമാണ്. വാക്കുകളുടെ ധാരാളിത്തമില്ലാതെ ജീവിതത്തിന്റെ സ്വരഭേദങ്ങളെ ചേർത്തുവച്ച കവിതയുടെ മയിൽപ്പീലി വർണ്ണങ്ങളാണ്. ആരോടു യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകളളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ. കവിതകളുടെ സുഹൃതം, ഭാഷയുടെ പുണ്യം. മലയാണ്മയ്ക്ക് ഭാവഗീതങ്ങളുടെ കടലാടം സമ്മാനിച്ച എത്രയെത്ര കവിതകളാണ് ആ തൂലികയിൽ നിന്നും വാർന്നൊടുക്കിയത്. മയിൽപ്പീലി, ദാഹിക്കുന്ന പാനപാത്രം, ഉജ്ജ്വയിനി, കുട്ടിയെടുത്തി, അഗ്നിശലഭങ്ങൾ, ഭൈരവന്റെ തുടി, തേനും വയമ്പും പുരട്ടി, ഇങ്ങനെ എത്രയെത്ര മധുരാക്ഷരങ്ങൾ. 15-ാം വയസ്സിലെഴുതിയ മുന്നോട്ട് എന്ന കവിത തൊട്ട് 7 പതിറ്റാണ്ട് കാലം ഭാഷയുടെ സുഹൃതാക്ഷരങ്ങളായ സൃഷ്ടികൾ അനവധി. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമെന്ന ആദ്യ സമാഹാരം തൊട്ട് 30ഓളം കാവ്യസമാഹാരങ്ങൾ. ചരിത്രം, പുരാവൃത്തം, ഭൂതം, ഭാവി, അക്ഷരങ്ങളുടെ പലകുറി ആവർത്തനങ്ങളിൽ സ്വപ്നങ്ങളായും ആധിയായും താക്കീതായും കവി മുമ്പേ നടന്നപ്പോൾ ആ കാവ്യസ്വരൂപത്തിന് പിൻപറ്റുകയായിരുന്നു നാം ഓരോരുത്തരും. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക്. പേരറിയാത്തൊരു പെൺകിടാവിന്റെ നേരെറിഞ്ഞും ഇനിയും മരിക്കാത്ത ഭൂമിയുടെ ആസന്ന മൃതിയിൽ ആത്മശാന്തി നേർന്നും ഉൾക്കരുത്തും തനിമയും ധരിച്ചു നിൽക്കുന്ന കവിതകൾ. മണ്ണിനോടും പുഴയോടും സൂര്യനോടും നക്ഷത്രങ്ങളോടും പൂക്കളോടും ഹൃദയപക്ഷം ചേർന്ന് നിൽക്കുന്ന കവിതയുടെ സുഗന്ധം ഇനി സ്മൃതികളുടെ പൂക്കാലം മാത്രം. അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു. ന്യൂസ് ഡെസ്ക്. ONVയുടെ വിയോഗം പുരോഗമന തൊഴിലാളി പ്രസ്ഥാനത്തിന് തീരാനഷ്ടമെന്ന് പിണറായി വിജയൻ അനുസ്മരിച്ചു. നഷ്ടമായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികരെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിച്ച കവിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രമുഖരുടെ വാക്കുകളിലേക്ക്. ONVയുടെ നിര്യാണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാത്ത നഷ്ടമാണ്. കാവ്യലോകത്തെ ഒരു രക്തനക്ഷത്രമായിരുന്നു അദ്ദേഹം. എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് മലയാളത്തിൻ്റെ ആ മഹാകവി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിരുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പിൻ്റെ നിര്യാണത്തിൽ ഒരു സഹോദരൻ്റെ വേർപാടാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും അധ്വാനിക്കുന്നവരുടെയും
വേദനകൾ മനസ്സിലാക്കുന്ന കവിയായിരുന്നു ONV. പൊന്നരുവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന കേരള ജനതയെ ഒന്നടങ്കം പാടിച്ച മഹാകവിയാണ് ONV. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനും അഗാധമായി ദുഃഖിക്കുന്നു. ചെങ്കൊടി താഴ്ത്തുന്നു. 6 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു പ്രവർത്തിച്ച ഒരു മഹാകവിയായ ONVയുടെ നിര്യാണം അപരിഹാര്യമായ ഒരു നഷ്ടമാണ് നമ്മുടെ സാഹിത്യ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായൊരു വക്താവായിരുന്നു ശ്രീ ONV. എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ എന്നുള്ള നിലയിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹ്വ എന്നുള്ള നിലയിലും അദ്ദേഹം ഉയർന്നു നിന്നിട്ടുണ്ട്. ശ്രീ ONVയുടെ ഈ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഭാഷയുടെ കരുത്ത് ഉയർത്തിപ്പിടിക്കാനും മലയാള ഭാഷയ്ക്ക് വേണ്ടി തൻ്റെ അവസാന സമയവും മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കാനും തയ്യാറായി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതിഹാസങ്ങളെക്കുറിച്ച് കവിത രചിക്കുമ്പോഴും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള മാറ്റത്തിനും വേണ്ടി എപ്പോഴും തുടിച്ചുകൊണ്ടിരുന്ന ശബ്ദമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി മലയാളികളുടെ മനസ്സിൽ ONVക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ അത്യുജ്വലമായി എന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള മഹാകാരണവന്മാരിൽ ഒരാളാണ് ശ്രീ ONV കുറുപ്പ് സാറെന്ന്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളി സമൂഹത്തിന് ഇന്ന് ഹൃദ്യമായ രൂപത്തിലുള്ള കവിതകൾ എഴുതിയ ONV കുറുപ്പ് സാറിൻ്റെ ദേഹവിയോഗം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഒരു മലയാളിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം, ജ്ഞാനപീഠം അവാർഡ് നേടിയ ONV കുറുപ്പ് സാറിനെ ഞാൻ ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നു. മലയാള കവിതയ്ക്കും മലയാള സാഹിത്യത്തിനും നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ONV കുറുപ്പ് സാറിൻ്റെ ഈ വേർപാട്. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നും മലയാളികളുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കും. പ്രിയപ്പെട്ട കവി ശ്രീ ONV കുറുപ്പ് സാറിൻ്റെ നിര്യാണത്തിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ മലയാളത്തിനു വേണ്ടി ജീവിച്ച ONV കുറുപ്പിൻ്റെ വേർപാട് നമ്മുടെ നാടിന് ഉണ്ടായ വലിയ ഒരു നഷ്ടമാണ്. നമ്മളെപ്പോഴും കാണുന്ന ചില ദീപസ്തംഭങ്ങൾ അങ്ങനത്തെ ഒരു ദീപസ്തംഭമായിരുന്നു ONV. അങ്ങനെ നാടക ഗാനങ്ങൾക്കായാലും ശരി, ചലച്ചിത്ര ഗാനങ്ങൾക്കായാലും ശരി, കാവ്യ ഗുണം നൽകിയ ഒരാൾ എന്ന നിലയിലും കവിതയെ പുതിയ ഉയരങ്ങളിലേക്കും തലങ്ങളിലേക്കും നയിച്ച ഒരാളെന്ന നിലയിലും മലയാള ഭാഷയുടെ ക്ലാസിക്കൽ പദവിക്ക് വേണ്ടി ശ്രമിക്കുകയും മലയാള ഭാഷയെ നിരന്തരമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിലും ONV വളരെ കാലം ഓർമ്മിക്കപ്പെടും. മലയാളികൾക്ക് ONV സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങൾ എഴുതിയ ചലച്ചിത്ര ഗാനരചയിതാവും നാടകത്തിൻ്റെ പാട്ടുകൾ എഴുതിയ ആളും മലയാളത്തിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത അതുല്യനായ കവിയും കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി ഉയർത്തുന്നതിൻ്റെ നേതൃത്വം വഹിച്ച കലാമണ്ഡലത്തിൻ്റെ ചെയർമാനും തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകൾക്കെല്ലാം ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിയപ്പോഴും മലയാളത്തെ അവഗണിച്ചതിനെതിരെ സാഹിത്യകാരന്മാരെയും ഭാഷാസ്നേഹികളെയും അണിനിരത്തി കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം നയിച്ച ഭാഷാസ്നേഹിയും അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ONV സാറ്
മലയാളിയുടെ മനസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഭാഷയുടെ, കവിതയുടെ, സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പ്രവർത്തിച്ച, സർഗസംഭാവന നൽകിയ, പടവെഴുതിയ നമ്മുടെ സൂര്യനാണ് അസ്തമിച്ചിരിക്കുന്നത്. ONVയോടുള്ള ആദരസൂചകമായി നവകേരള യാത്രയുടെ നാളെ നിശ്ചയിച്ചിരുന്ന സമാപന ചടങ്ങുകൾ മാറ്റിവെച്ചു. മാർച്ചിന്റെ സമാപനം തിങ്കളാഴ്ച ശംഖുമുഖത്ത് നടക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാറിൻ്റെ നിര്യാണത്തോടുള്ള ആദരസൂചകമായി നാളെ ശംഖുമുഖത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള നവകേരള മാർച്ചിൻ്റെ സമാപന റാലി ഞങ്ങൾ മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മറ്റന്നാളിലെ സമാപന റാലിയുടെ ഭാഗമായിട്ട് നടത്താൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വൈകുന്നേരം റെഡ് വോളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ, അതുപോലെ തന്നെ പൊതുസമ്മേളനമെല്ലാം നേരത്തെ എങ്ങനെയാണോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ആവേശോജ്വല സ്വീകരണമാണ് മാർച്ചിന് ഇരു ജില്ലകളിലും ലഭിച്ചത്. മാർച്ചിന്റെ അവസാന ദിന പര്യടനത്തിൽ ആദ്യ സ്വീകരണ കേന്ദ്രം ചാത്തന്നൂരായിരുന്നു. കശുവണ്ടി തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കണ്ണീര് വീണ മണ്ണ്. ഒട്ടേറെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ നാട് ജനനായകനെ ആവേശത്തോടെ വരവേറ്റു. ദേശീയപാതയുടെ ഓരത്ത് ഒരു മനുഷ്യ മഹാസംഗമത്തിനാണ് ചാത്തന്നൂർ വേദിയായത്. അടുത്ത സ്വീകരണ കേന്ദ്രം പുനലൂർ. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെത്തിയ മാർച്ചിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആഘോഷമായിരുന്നു വരവേൽപ്പ്. തുറന്ന വാഹനത്തിൽ പിണറായി വേദിയിലേക്ക്. അഭിവാദ്യങ്ങളുമായി ആയിരങ്ങൾ പിന്നാലെ. ജാഥാപര്യടനത്തിന്റെ അവസാന സ്വീകരണ കേന്ദ്രം ചടയമംഗലമായിരുന്നു. ചടയമംഗലം KSRTC ജംഗ്ഷനിലെ സമ്മേളനവേദി മാർച്ച് എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ജനനിബിഡം. ജാഥാനായകനെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി. വൻ വരവേൽപ്പാണ് പിണറായിക്ക് ചടയമംഗലത്ത് ലഭിച്ചത്. കൊല്ലം ജില്ലയിൽ 3 ദിവസങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥയ്ക്ക് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. നവകേരളം കെട്ടിപ്പടുക്കാനായുള്ള ജനമുന്നേറ്റത്തെ സമരപാരമ്പര്യം പേറുന്ന കൊല്ലത്തിന്റെ മണ്ണ് നെഞ്ചേറ്റി. കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. കൊട്ടും കുരവയും താളമേളങ്ങളുമൊക്കെയായി ആഘോഷപൂർവ്വം മാർച്ച് തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിച്ചു. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൈരളി TV ഒരുക്കിയ സലാം മുംബൈ എന്ന കലാമാമാകം 10,000ങ്ങളെ സാക്ഷി നിർത്തി നവി മുംബൈയിലെ വാശി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ അരങ്ങേറി. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.